ഈ എലികളുടെ ഏറ്റവും വലിയൊരു കഷ്ടപ്പാട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സംരക്ഷിക്കേണ്ടത്, അതായത് എലികളെ സംരക്ഷിക്കേണ്ടതായ എലികളെ ജനാധിപത്യം അല്ലെ, അവിടെ ഉള്ള ആ ഒരു ഡെമോക്രസി, അതോടൊപ്പം തന്നെ ജുഡീഷ്യറി, ഇതെല്ലാം ആയിരിക്കണം. അതോടൊപ്പം ആ ഒരു എലികൾക്ക് എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം വന്നാൽ പോകേണ്ടത് അല്ലെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക്. പക്ഷേ കുരങ്ങന്മാരുടെ അധീനതയിലാണ് ഈ പറയുന്ന ഡെമോക്രസിയും, ഈ പറയുന്ന ജുഡീഷ്യറി, ഈ പറയുന്ന ആ ഒരു ഹോസ്പിറ്റൽ സിസ്റ്റം ഉൾപ്പെടെ. കാരണം എല്ലാവരും ആ ഒരു ഭ്രമത്തിൽ കൊണ്ട് ഇട്ടേക്കുവാ. ഓക്കെ, അതോടൊപ്പം ഞാനും എൻ്റെ വീട്ടുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകം മുഴുവനാണ്. അല്ല, ഒരിക്കലും എൻ്റെ ഈ ഒരു കുടുംബം മാത്രമല്ല എൻ്റെ വീട്ടുകാർ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉൾപ്പെടെ എലിയാണ്. അതായത് ഞാനും ഈ എലിയുടെ കടന്ന് 25 വർഷത്തെ എലിയിലൂടെ കടന്നു പോയപ്പോഴാണ് ഈ എലിയുടെ സത്യം ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ സത്യം എനിക്ക് ഒരിക്കലും പുറത്തേക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എലികള് അല്ലെ, പ്രായമുള്ളവരെല്ലാവരുമാണ് എലികള്. അവർക്കുണ്ടാവുന്ന കുഞ്ഞുങ്ങള്, അത് മനുഷ്യ കുഞ്ഞുങ്ങളും ഈ ജീവജാലങ്ങളെല്ലാം അവരെല്ലാം നിരപരാധികളാണ് അല്ലെ. അപ്പൊ അവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാരണം എലികൾ മാറി പുലികളാവാൻ വേണ്ടി അധികം സമയമൊന്നും വേണ്ട. അതോടൊപ്പം തന്നെ ഈ പറയുന്ന എന്താ പറയണ, നമ്മൾ ആരാധനയോടെ കാണുന്ന ഒരുപാട് പേര് കൊടൂരമായ എലികൾ. അപ്പൊ അത്തരം കൊടൂരമായ എലികളെ ഈ പറയുന്ന സിനിമാ നടന്മാരാണെങ്കിലും, ഈ പറയുന്ന വലിയ പ്രൈവറ്റ് ജെറ്റും റോൾസ് റോയ്സുള്ള വലിയ ബിസിനസ് ആൾക്കാരാണെങ്കിലും അവരുടെ അധീനതയിൽ കിടന്ന് ഇങ്ങനെ ഒരു കളിപ്പാവയാകുമ്പോൾ അവരോട് ഈ എലികൾ, ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുന്ന എലികൾ, കാരണം അവർക്ക് സംബന്ധിച്ച് അവർക്ക് പിന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അവർ കഴിക്കുന്നതും കുടിക്കുന്നതും ചിന്തിക്കുന്നതും അതോടൊപ്പം തന്നെ അവരുടെ സറൗണ്ടിങ്സ് എല്ലാം ഒരു അൾട്രാ ലക്ഷറി തന്നെയാണ്. ഓക്കെ, അവർക്ക് സുരക്ഷിതത്വം ഉണ്ട്, അവരുടെ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ട്. പക്ഷേ ഒന്നുമില്ലാത്ത ഈ 2030 അജണ്ട തന്നെ ഇതാണ്, ഭയങ്കരമായിട്ട് പോപ്പുലേഷൻ കുറക്കുക എന്നുള്ള കൺസെപ്റ്റ്. അപ്പോ ഈ എലികള് അല്ലെ, അതായത് ഈ ഗവൺമെന്റ്, ജുഡീഷ്യറി, പറയുന്ന ഡോക്ടർ സിസ്റ്റം, അപ്പൊ ഇതെല്ലാം ഈ എലികളെ എല്ലാവരെയും ഇല്ലാതാക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ ആ കുരങ്ങനെ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ ലോകം 1955 എന്നുള്ള രീതിയിലേക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. കാരണം അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നശിക്കും. കാരണം ആ ഒരു പീക്കിൽ എത്തിക്കഴിഞ്ഞു, അവരുടെ ആ ഒരു പദ്ധതികൾ അത്രയും പീക്ക് എത്തിക്കഴിഞ്ഞു. ഇതൊന്നും ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലാത്തൊരവസ്ഥ എത്തിക്കഴിഞ്ഞു. അപ്പോ റിലാക്സ് ഫോഴ്സ് ഉണ്ട്, അതോടൊപ്പം യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി കിങ്ഡം ഉണ്ട്. ഇതെല്ലാം സോൾവ് ചെയ്യാം. കാരണം വേണം അത്. കാരണം എലിയായിട്ട് ജീവിച്ചാൽ പോരല്ലോ, നമുക്കൊരു മനുഷ്യായുസ് ദൈവം തന്നത് ആ ഒരു മനുഷ്യനായിട്ട് തന്നെ ജീവിക്കാനാണ്. അതായത് കാരുണ്യ, ദയ, ഇതെല്ലാം വെച്ച്, സഹാനുഭൂതി വെച്ച്, പ്രകൃതിയെ സംരക്ഷിച്ച്, പ്രകൃതിയെ സ്നേഹിച്ച്, അതോടൊപ്പം പ്രകൃതിയോട് ബ്ലെൻഡ് ചെയ്ത് നമ്മൾ അവര് വേറൊന്നും ചെയ്തില്ല, നമ്മളെ ആ ഒരു എലി ആവാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു റൂമിന്റെ ഉള്ളിൽ കയറ്റി ഇൻഡോർ ലൈഫ് തന്നു. ഇൻഡോർ ലൈഫ് എന്ന് വെച്ചാൽ പ്രകൃതിയിൽ നിന്ന് അങ്ങോട്ട് തട്ടി മാറ്റി. അതോടൊപ്പം വിഷമടങ്ങി വെള്ളം തന്നു, അപ്പൊ വിഷമടങ്ങിയ ഭക്ഷണം തന്നു. അപ്പൊ അങ്ങനെ മതി. അപ്പോ ഇത് ഇല്ലാതാക്കാനും സുഖം തന്നെയാണ്. പ്രകൃതിയിലേക്ക് ഇറങ്ങണം, ശുദ്ധമായ വെള്ളം കുടിക്കണം, ശുദ്ധമായ ഭക്ഷണം കഴിക്കണം, നമ്മൾ ഈ ഫോണിന്റെ റേഡിയേഷൻ ഒന്നും ഇല്ലാത്ത രീതിയിലൊക്കെ ഒന്ന് ജീവിക്കണം. ഇതെല്ലാം ഈസി ആയിട്ട് സാധിക്കുന്നതാണ്. പക്ഷെ ചെയ്തെടുക്കണമെങ്കിൽ റിലാക്സ് ഫോഴ്സും യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി കിങ്ഡം വേണം. അതോടൊപ്പം എല്ലാ എലികളെയും ഞങ്ങൾക്ക് പറ്റില്ല. കാരണം ഇപ്പൊ കുറെ എലികൾ ഈ ഇത് വീഡിയോ കണ്ടപ്പോൾ ഞങ്ങൾ എലി എന്ന് പറയണല്ലേ, പക്ഷെ ആ എലി വിചാരിക്കുന്നില്ല ആ എലിയെ കുറിച്ചല്ല പറയുന്നതെന്ന്.